പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധത്തിനിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിച്ചത്. വഖഫ് ബോർഡിലേക്ക് അമുസ്ലിങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തുക, വഖഫ് സ്വത്തുക്കളിൽ സർക്കാർ നിയന്ത്രണമടക്കം 40-ലധികം ഭേദഗതികളോടെയാണ് ബിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം. മതപരമായ വിഷയത്തിലുള്ള ഇടപെടലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബില്ലിന് പിന്നിൽ ബിജെപിയുടെ വൃത്തികെട്ട അജണ്ടയെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ. മതേതരത്വത്തിന് മുകളിലുള്ള കടന്നുകയറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളോടുള്ള വിവേചനമെന്ന് സമാജ്വാദി പാർട്ടി, ഭരണഘടനാ വിരുദ്ധമെന്ന് തൃണമൂൽ കോൺഗ്രസും ബിൽ ജനദ്രോഹമെന്ന് DMK-യും ആരോപിച്ചു. വിമാനത്തിന്റെ തകരാറിനെ തുടർന്ന് കൊച്ചിയിൽ നിന്നും അബുദാബിയിലേക്ക് പോകേണ്ട വിമാനം യാത്ര നിർത്തിവെച്ചു. പുലർച്ചെ 4:25 പുറപ്പെടേണ്ടിയിരുന്ന ഇത്തിഹാദ് എയർവേസ് വിമാനമാണ് തകരാറിലായത്. തകരാർ പരിഹരിച്ച് വൈകിട്ട് 4:30 വിമാനം പുറപ്പെടുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. യാത്രക്കാർക്ക് ഭക്ഷണവും വിശ്രമ സൗകര്യവും അധികൃതർ ഏർപ്പെടുത്തി. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരാനിരിക്കെയാണ് പ്രഖ്യാപനം. വിധി അനുകൂലമെങ്കിൽ വിനേഷ് വെള്ളി മെഡൽ പങ്കിടും. വിനോദസഞ്ചാരികൾക്കായി ഇന്ത്യയിൽ അറബി ഭാഷ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. അറബി സംസാരിക്കുന്ന സന്ദർശകർക്കായാണ് ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം ഹെൽപ്പ് ലൈൻ ആരംഭിച്ചത്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ സഹായിക്കാനും ഇന്ത്യയിൽ അവരുടെ യാത്രകളിൽ ആവശ്യമായ പിന്തുണയും സഹായവും നൽകാനും ലക്ഷ്യമിട്ടാണ് സംരംഭം തുടങ്ങിയത്. ദുബൈയിൽ വേനലവധിക്ക് സർക്കാർ സ്ഥാപനങ്ങളുടെ സമയം വെട്ടിക്കുറയ്ക്കുന്നു. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 30 വരെ 15ഓളം സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയമാണ് 7 മണിക്കൂറായി കുറയ്ക്കുന്നത്. ഓഫീസ് പ്രവർത്തനം വെള്ളിയാഴ്ചകളിൽ താൽക്കാലികമായി നിർത്തിവെക്കാനും തീരുമാനമായി. സമ്മർ ഈസ് ഫ്ലെക്സിബിൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണിത്. ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന സായുധ ദേശീയ മ്യൂസിയത്തിന് പുതിയ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജുകളും നിലവിൽ വന്നു. മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ നൽകുന്നതാണ് വെബ്സൈറ്റും സമൂഹ മാധ്യമ പേജുകളും. സന്ദർശകർക്ക് മുന്നിൽ ചരിത്രത്തിന്റെ അമൂല്യ കാഴ്ചകളാണ് മ്യൂസിയം സമ്മാനിക്കാൻ പോകുന്നതെന്നാണ് വെബ്സൈറ്റ് വ്യക്തമാക്കുന്നത്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. സർക്കാരിന്റെ ഉപദേശക സമിതിയിൽ 15 അംഗങ്ങളുണ്ടാകും. തൊഴിൽ നിയമം ലംഘിച്ചെന്ന കേസിൽ മുഹമ്മദ് യൂനുസിനെതിരായ ശിക്ഷാവിധി ബംഗ്ലാദേശ് കോടതി റദ്ദാക്കി. അതേസമയം പാരീസിൽ നിന്നും ധാക്കയിലേക്കുള്ള യാത്രയ്ക്കിടെ മുഹമ്മദ് യൂനുസ് ദുബൈയിലിറങ്ങി. ദുബൈയിൽ നിന്നുമാണ് ധാക്കയിലേക്കുള്ള യാത്ര തുടരുന്നത്.